നമസ്കാരം കൂട്ടുകാരെ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് ഞങ്ങളുടെ ഫ്ലാറ്റാണ്. ഞങ്ങൾ ഇന്ന് ഓൾഡ്ഹാം മാർക്കറ്റ് വരെ പോകാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്ത്. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ താഴത്തെ നിലയിൽ നമുക്ക് അത്യാവശ്യം ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റും പിന്നെ പോസ്റ്റ് ഓഫീസ്, അതുപോലെ ഫിഷ് ആൻഡ് ചിപ്സ് അങ്ങനെ വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലത്ത് കുഞ്ഞുങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇരിക്കാനും നമുക്ക് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഈ താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഫ്ലാറ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇന്നിപ്പം രാവിലെ സമയത്ത് അത് എംറ്റി ആയിരിക്കും. വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ നല്ല റഷായിരിക്കും. തൊട്ടടുത്ത് തന്നെ ഒരു ജാപ്പനീസ് വൈൻ ഷോപ്പ് ആൻഡ് റെസ്റ്റോറൻറ്റ് ഉള്ളത് കാരണം ഭയങ്കര തിരക്കായിരിക്കും. പാർക്ക് ചെയ്യാനും എടുക്കാനും എല്ലാം പാടായിരിക്കും. നമുക്കപ്പം ഓൾഡ്ഹാം മാർക്കറ്റ് വരെ ഒന്ന് പോയി വരാം. ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്നത് റോയിറ്റണിലാണ്. മാഞ്ചസ്റ്ററിൽ ഓൾഡ്ഹാമിൽ റോയിറ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ നിന്ന് മാർക്കറ്റ് വരെ പോകാൻ നമുക്ക് 2 മൈലാണ് ദൂരം. ഒരു ഏകദേശം 10 മിനിറ്റ്സ് എടുക്കും. അപ്പം രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിലൊക്കെ വിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ഒതുക്കിയിട്ട് നമ്മൾ പോവുക. കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ മേടിക്കണം. കുഞ്ഞുങ്ങൾക്ക് പാക്ക് ലഞ്ച് ആ മൂക്ക് കൊടുത്തു വിടുന്നത് പ്രത്യേകിച്ച്. അത് കാരണം നമ്മൾ കുറച്ച് സാധനമൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുക. കുറേ ദിവസമായിട്ട് നല്ല കാലാവസ്ഥ അത്ര ശരിയല്ലായിരുന്നു. നല്ല തണുപ്പും നമുക്ക് ജോലിക്ക് തന്നെ മടിച്ചാണ് പോകുന്നത്. അതുപോലത്തെ അവസ്ഥയായിരുന്നു. ഇന്നിപ്പോൾ നല്ല വെയിലും നല്ലൊരു കാലാവസ്ഥയാണ്. നമുക്ക് പുറത്തിറങ്ങി ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് നമുക്ക് തോന്നും. നിങ്ങൾ കണ്ട ഈ ബസ് പോകുന്ന ആ ലൈനാണ് ഇവിടുത്തെ ബസ് ലൈൻ. ആ ലൈനിൽ കൂടെ ടാക്സിയും ബസ്സുകൾക്ക് മാത്രമേ അലൗഡ് ഉള്ളൂ പോകാനായിട്ട്. നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള വാഹനങ്ങൾ ആ ലൈനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് 35 പൗണ്ട് പെനാൽറ്റി 1 വീക്കിനുള്ളിൽ നമ്മുടെ വീട്ടിലേക്ക് വരും. അപ്പം നമ്മളങ്ങനെ ടോമി ഫീൽഡ് മാർക്കറ്റിൽ എത്തി. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൗൺസിലാണ് ഇവിടുത്തെ. നല്ല വിശാലമായ കാർ പാർക്കിംഗ് ഏരിയയൊക്കെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ നമ്മൾ കാർ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പേയ്മെൻറ്റ് എടുക്കണം. അല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ടോക്കൺ എടുത്ത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം. പേ ചെയ്താൽ മാത്രം പോരാ, നമ്മളത് ഡിസ്പ്ലേ ചെയ്യുകയും വേണം. അങ്ങനെ നമ്മൾ ഡിസ്പ്ലേ ഒക്കെ ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിനുള്ളിലേക്ക് പോവുക. ഇവിടെ വൈകുന്നേരം 3 മണി കഴിഞ്ഞാൽ 3 hours അങ്ങോട്ട് ഫ്രീ പാർക്കിങ്ങാണ്. രാവിലെ 10 മണിക്ക് ഈ മാർക്കറ്റിൻ്റെ അകത്തുള്ള ഇവിടുത്തെ ഈ ടോമി ഫീൽഡ് മാർക്കറ്റിൻ്റെ ഹോൾ ഓപ്പൺ ആവുന്നത് രാവിലെ 10 o'clock അത് ക്ലോസ് ചെയ്യുന്നത് 4 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും മോസ്റ്റ്ലി എല്ലാ കടകളും തന്നെ ക്ലോസ് ആവും അതിൻ്റെ അകത്ത്. അപ്പം നമുക്കിതിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങളെ ഒന്ന് ഞാൻ കാണിച്ചു തരും. ഈ പുറത്ത് കാണുന്ന സ്റ്റാളൊക്കെ എന്ന് പറഞ്ഞാൽ സാറ്റർഡേയും സൺഡേയും ഇവിടെ സാറ്റർഡേയും ഫ്രൈഡേയും നിറച്ചും സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാർക്കറ്റ് ഡേ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. സാറ്റർഡേ മാർക്കറ്റ് ഡേ ആണെന്നറിയാം. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതാണ് ഇതിൻ്റെ ഉള്ളിലൊരു സ്വീറ്റ് ഷോപ്പാണ്. ഇവിടെ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള സ്വീറ്റ്സൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തണുപ്പൊക്കെ ആയത് കാരണം നമുക്ക് എല്ലാവർക്കും തന്നെ തൊണ്ടയ്ക്ക് അസ്വസ്ഥതയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ചെറിയ സ്വീറ്റ്സൊക്കെ വാങ്ങാറുണ്ട്. എല്ലാം ട്രഡീഷണലും പിന്നെ നമ്മുടെ ജിഞ്ചറും മിൻറ്റും അങ്ങനെയൊക്കെയുള്ള ഇവരുടെ ഓരോ ഹോം റെമഡീസൊക്കെയാണ് കഫിനും കോൾഡിനും ഒക്കെ ഉള്ളത്. അപ്പം കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇവിടുത്തെ സ്വീറ്റ്സ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങി നമുക്കിനി കുറച്ച് മുമ്പോട്ട് പോകാം. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. നമുക്ക് കുറച്ച് ഫിഷും പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി വെജിറ്റബിൾസും ഫ്രൂട്ട്സും വാങ്ങിയിട്ട് നമുക്ക് പോകാം. നമ്മൾ ഇവിടുന്ന് ഒരല്പം ചിക്കൻ സോസേജ് വാങ്ങി. മോന് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് വലിയ ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഈ ഷോപ്പ് ഉള്ളത്. നല്ല ഫ്രഷാണ്. അതേ കണക്ക് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. നമ്മൾ അത്യാവശ്യം ഇവിടുന്ന് എപ്പോഴും തേങ്ങയും ഏത്തക്കയും കപ്പയൊക്കെ വാങ്ങാറുള്ളത്. നല്ല കപ്പയാണ് ഇവിടുത്തെ. അങ്ങനെ ഓമയ്ക്ക വരെ നാട്ടിൽ അവൈലബിളാണ്. കറിവേപ്പില, ഓമയ്ക്ക, ചേമ്പ്, ചേന ഇങ്ങനത്തുള്ള എല്ലാ സാധനങ്ങളും, ഒരു വെണ്ടയ്ക്ക, പാവയ്ക്ക ഇങ്ങനത്തുള്ള അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന കത്രിക്ക എല്ലാ സാധനങ്ങളും, പേരയ്ക്ക വരെ ഇവിടെ അവൈലബിളാണ്.
വലിയ റേറ്റൊന്നുമില്ല. അങ്ങനെ നമ്മളിവിടുന്ന് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇവിടുന്ന് മേടിക്കും. അതുപോലെ തന്നെ ഇവിടെ ഫ്രൂട്ട്സ് അവൈലബിളാണ്, നല്ല ഫ്രഷാണ്. ഇപ്പോഴത്തെ സീസണലായിട്ടുള്ള എല്ലാത്തരം ഫ്രൂട്ട്സും ഇവിടെ ഉണ്ട്. ഷാരോൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞ് ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, അങ്ങനെ എല്ലാ സാധനങ്ങളും അത്യാവശ്യം നമ്മൾ മൂക്ക് പാക്ക് ആയത് കാരണം ഞങ്ങൾ അത്യാവശ്യം ചില്ലറ ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ ആവശ്യമുള്ളതെല്ലാം വാങ്ങി. അങ്ങനെ കുഞ്ഞുങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളിവിടെ വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ വഴക്കിടും. അവർ സ്കൂളിൽ പോയേക്കുന്ന നേരത്താണ് ഞങ്ങളിതെല്ലാം വാങ്ങുന്നത്. ഇവിടെ രാവിലെ 10 മണി മുതൽ 3 മണി വരെ ഉള്ളൂ ഈ ടൊമിഫീൽഡ് മാർക്കറ്റിനുള്ള ഈ ഷോപ്പ്. അത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും. അതുപോലെ തന്നെ നമ്മുടെ പാർക്കിംഗ് ആയാൽ തന്നെ 3 മണി വരെ നമ്മൾ പേ ചെയ്യണം. 3 മണി കഴിഞ്ഞാൽ 3 മണിക്കൂർ നമുക്ക് ഫ്രീ പാർക്കിംഗ്. ആ സമയത്ത് നമുക്ക് അത്യാവശ്യമുള്ള ഫിഷ് മാർക്കറ്റും വെജിറ്റബിൾസും ഒന്നും കാണത്തില്ല. ജസ്റ്റ് തുണിക്കടകളും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാണത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് കുഞ്ഞുങ്ങളില്ലാത്ത ഈ സമയത്തെ നമ്മൾ വന്നത് അതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ ഫിഷ് മാർക്കറ്റ്. ഇതിവിടുന്ന് നമ്മൾ അത്യാവശ്യം നമ്മുടെ നാട്ടിൽ ചാളയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ആവൂലി, കൊഞ്ച്, മീൻമുട്ട വരെ ഇവിടെ അവൈലബിളാണ്. മീൻമുട്ടയ്ക്ക് 1 കിലോയ്ക്ക് 10 പൗണ്ട് എന്നിപ്പോൾ എഴുതിയിരിക്കുന്നത്. 10 പൗണ്ടും 99 പെൻസും. നമ്മൾ അല്പം ചാളയും 2 അയലയും വാങ്ങി ഇവിടുന്ന്. അപ്പം ഈ ടൊമിഫീൽഡ് മാർക്കറ്റ് നല്ല വിശാലമായിട്ട് കിടക്കുക. അപ്പോൾ നമുക്ക് 1 അവറേ പാർക്കിങ്ങിനായിട്ട് അലൗഡ് ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് അതിന് മുമ്പ് നമുക്ക് തിരിച്ചങ്ങ് ചെല്ലണം, ഇല്ലെങ്കിൽ നമുക്ക് പെനാൽറ്റി വരും നമുക്ക്. അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് ഓടിച്ചൊന്ന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇവിടെ അത്യാവശ്യം ഇതിൻ്റെ അകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട ബാങ്കുകൾ, പിന്നെ മണി ട്രാൻസ്ഫർ, ഈ റിയ പോലത്തുള്ള അങ്ങനത്തെ ചെറിയ ചെറിയ ഷോപ്പുകൾ, ബ്യൂട്ടി പാർലറുകൾ, പിന്നെ എൻജോയ്മെൻറ്റിനായിട്ടുള്ളത് ജിം, അങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സകല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കഴിഞ്ഞ് നമുക്ക് പോവാം. പലയിടത്തായിട്ട് നമുക്ക് അലഞ്ഞ് നടക്കേണ്ട വരത്തില്ല. സൂപ്പർ മാർക്കറ്റുകൾ, പൗണ്ട്ലാൻഡ്, ഐസ്ലാൻഡ്, അങ്ങനെയുള്ള 2-3 സൂപ്പർ മാർക്കറ്റ്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബ്രാൻഡഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, അതായത് സ്പോർട്സ് ഐറ്റംസ് മേടിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. ഈ കാണുന്ന ചെറിയ ഒരു ഷോപ്പില്ലേ, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാകിസ്ഥാനി ഷോപ്പാണ്. നമുക്ക് അത്യാവശ്യം നമ്മുടെ നാട്ടിൽ നോർത്ത് ഇന്ത്യൻ ഫുഡ്, ചാറ്റും അങ്ങനത്തെ ഉള്ള സാധനങ്ങളും സമൂസാസും എല്ലാം അവിടെ കിട്ടും. അതുപോലെ തന്നെ ചാരിറ്റി ഷോപ്സും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഭാഗത്തായിട്ടുണ്ട്. ഇതിൻ്റെ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ഒരു ഷോപ്പിംഗ് സെൻറ്റർ. അതിൻ്റെ ഉള്ളിലെല്ലാം ബ്രാൻഡഡ് സാധനമാണ്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഈ സമയം ഇതൊരു നല്ല സമയമാണ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യേണ്ടവർക്ക്. ഇപ്പം ന്യൂ ഇയർ കഴിഞ്ഞിട്ട് എല്ലാ പ്രധാനപ്പെട്ട ഷോപ്പുകളും അവരുടെ ക്ലിയറൻസ് സെയിലിന് ഇട്ടേക്കുക. 50%, 70% വരെ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെയാണ്. പർച്ചേസ് ചെയ്യേണ്ടുന്നവർക്ക് ഇപ്പം നല്ലൊരു ടൈമാണ്. ഈ ബൂട്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ഫാർമസിയാണ്. ഇവിടുത്തെ നമ്മൾ അത്യാവശ്യം മെഡിസിൻസ് ഒക്കെ മേടിക്കുന്നത്. അതേപോലെ തന്നെ ഞാനിപ്പം നിൽക്കുന്നതാണ് പ്രൈമാർക്ക്. ഇവിടുത്തെ ഏറ്റവും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധാരണക്കാർക്ക് തുണിയൊക്കെ വാങ്ങാൻ പറ്റിയ നല്ലൊരു ഷോപ്പാണ്. അപ്പോൾ നമുക്ക് ടൈം ഇല്ല. അപ്പോൾ നമുക്കിനി 10 മിനിറ്റും കൂടെ ബാക്കിയുള്ളൂ. നമുക്ക് കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് തിരിച്ച് വരണം. അപ്പം നമുക്ക് വേഗം ഒന്ന് ഓടിച്ചൊന്ന് കാണാം. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരികെ പോവുക, നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുക. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് പിന്നീട് കാണാം. അപ്പം സീ യു ലേറ്റർ, ബൈ ബൈ.